ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ടേബിളിലുള്ളതല്ലാതെ കുറച്ച് പോയിൻറ്റ്സ് കൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ടേബിൾ മസ്റ്റായിട്ടും പഠിക്കണം. പ്ലസ് ഈ പോയിൻറ്റ്സ്, വേണ്ട പോയിൻറ്റ്സ് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്തായിരുന്നു? ക്ലോറോഫൈസിയയുടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഇവരുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിരിക്കും. യൂണിസെല്ലുലാർ ആകാം. പിന്നെയോ അല്ലെങ്കിൽ കൊളോണിയൽ ആകാം. വോൾബോക്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. കൊളോണിയൽ ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും? ഫിലമെൻറ്റസ് ആയിരിക്കും. യൂണിസെല്ലുലാറോ കൊളോണിയലോ ഫിലമെൻറ്റസോ ആയിരിക്കും. ഇനി നമുക്ക് ടെസ്റ്റിൽ പറയുന്ന ഒരു പോയിൻ്റാണ് പൈറിനോയിഡ്. പൈറിനോയിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബോർഡുകളാണ്. പ്രോട്ടീനും സ്റ്റാർച്ചും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറുകളാണ് പൈറിനോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ എഴുതാം? സ്റ്റോറേജ് ബോഡീസ്. അത് ക്ലോറോപ്ലാസ്റ്റിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ലൊക്കേറ്റഡ് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്. അതിലെന്തുണ്ട്? കണ്ടെയ്ൻസ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. കണ്ടെയ്ൻസ് പ്രോട്ടീൻസ് ബിസൈഡ്സ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന് പുറമെ പ്രോട്ടീൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ബോഡികളാണ് പൈറിനോയിഡ്സ്. ഇനി അതിൻ്റെ റീപ്രൊഡക്ഷനാണ് നമ്മൾ പറയാത്തത്. റീപ്രൊഡക്ഷൻ, ക്ലോറോഫൈസിയയുടെ റീപ്രൊഡക്ഷൻ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ്, പിന്നെ സെക്ഷുവൽ. ഓക്കെ, വെജിറ്റേറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? ഫ്രാഗ്മെൻറ്റേഷൻ വഴി. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സൂസ്പോറുകൾ വഴിയാണ്. ഈ സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സൂസ്പൊറാഞ്ചിയയിൽ. പ്രൊഡ്യൂസ്ഡ് ഇൻ സൂസ്പൊറാഞ്ചിയ. ഈ സൂസ്പൊറാഞ്ചിയ മെച്ചറാകുമ്പോൾ ബ്രേക്ക് ചെയ്ത് സൂസ്പോർസ് പുറത്തേക്ക് വന്ന് ഈ ഓരോ സൂസ്പോറും എന്താവും? പുതിയൊരു ആൽഗയായിട്ട് മാറും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നെങ്കിൽ ഐസോഗ്യാമസ് ആയിരിക്കും. ഐസോഗ്യാമസ് ആവാം. അല്ലെങ്കിലോ ചിലതിൽ അനൈസോഗ്യാമസ് ആയിരിക്കും. ചില ആൽഗൽ എന്താണ്? ഊഗാമസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, ഒന്നും പറയണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ, ക്ലോറോഫൈസിയയുടെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഒന്ന് ക്ലാമിഡോമോണാസ്. 2 വോൾബോക്സ്. 3 യൂഡോത്രിക്സ്. പിന്നെയോ സ്പൈറോഗീറ. അടുത്തത് കാര. ഓക്കെ, ഇത്ര എക്സാമ്പിളാണ് നിങ്ങൾക്ക് ക്ലോറോഫൈസിയയിൽ വെച്ച് പഠിക്കാനുള്ളത്. ഇത് അറിയാൻ വേണ്ടി നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ 3CH പ്ലസ് VUS. ബസ് എന്നുള്ളതിന് 3CH പ്ലസ് VUS എന്ന് ഓർത്ത് വെക്കുക. ഈ CH എന്താണ്? 3CH. ഒന്ന് ക്ലോറോഫൈസിയയുടെ CH അല്ലേ. ക്ലോറോഫൈസിയ ആണല്ലോ നമ്മൾ പറയുന്നത്. ഒന്ന് അതിൻ്റെ CH, രണ്ടാമത്തത് ക്ലാമിഡോമോണാസ്, മൂന്നാമത്തത് കാരയുടെ CH. ഓക്കെ, പിന്നെ V എന്താണ്? വോൾബോക്സ്. U എന്താണ്? യൂളോത്രിക്സ്. S എന്താണ്? സ്പൈറോഗീറ. ഓക്കെ, ഒന്നെങ്കിൽ ഈ കോഡ്. ഇനി നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാമിയും കാരയും കൂടി ത്രില്ലടിച്ച് വോളിബോൾ കളിച്ചു. ക്ഷീണിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്പ്രൈറ്റ് കുടിച്ചു. ഓക്കെ, എഴുതണോ? ക്ലാമിയും കാരയും കൂടി, ക്ലാമി ഒക്കെ കുട്ടിയാന്ന് വിചാരിക്കുക കേട്ടോ. ക്ലാമി പ്ലസ് കാര എന്താക്കാൻ പോയി? ത്രില്ലടിച്ച്. യൂളോത്രിക്സ് ആണേ ത്രിക്സ് എന്നുള്ളത് ത്രില്ല് എന്ന് ഓർത്താൽ മതി. ത്രില്ലടിച്ച് വോളിബോൾ കളിക്കാൻ പോയി. ക്ഷീണിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? സ്പ്രൈറ്റ് കുടിച്ചു. ഓക്കെ, സ്പ്രൈറ്റ് എന്താണ്? സ്പൈറോഗീറ. വോളിബോൾ എന്താണ്? വോൾബോക്സ്. ത്രില്ല് എന്താണ്? യൂളോത്രിക്സ്. ക്ലാമിയും ക്ലാമിഡോമോണാസ്. കാര തന്നെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ക്ലോറോഫൈസിയയിൽ നിന്ന് നിങ്ങൾ അറിയാനുള്ള ബാക്കി പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഫിയോഫൈസിയയുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പോയിൻറ്റ്സ് നോക്കാം അല്ലേ. ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിൽ സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെൻറ്റസ് ഫോംസ് മുതൽ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് വരെ ഉണ്ട്. നമുക്കറിയാം. സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ആൽഗയാണ് എക്ടോകാർപ്പസ്. 2 എങ്ങനെയാണ്? പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോംസ്. ഇങ്ങനെ പ്രൊഫ്യൂസ് ബ്രാഞ്ചുള്ള, ധാരാളം ബ്രാഞ്ചസ് ഉള്ള വലിയ ആൽഗയ്ക്ക് നമുക്കറിയാം. അതാണെന്ത്? കെൽപ്സ്. ഓക്കെ, ഇനി അടുത്ത ഇവരുടെ ഒരു
പ്രത്യേകതയാണ്. പ്ലാന്റ് ബോഡി അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രാറ്റം ബൈ ഹോൾഡ് ഫാസ്റ്റ്. അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രാറ്റം ബൈ ഹോൾഡ് ഫാസ്റ്റ്. അതായത് ഇവരുടെ ബോഡി ഒരു സബ്സ്ട്രാറ്റത്തിനോട് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹോൾഡ് ഫാസ്റ്റ്. ഇവിടെ നോക്ക്, ഇവിടെ ഈ സബ്സ്ട്രാറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റെം പോലെ ഇരിക്കുന്ന ഭാഗം ഹാസ് എ സ്റ്റോക്ക്. സ്റ്റോക്കിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൈപ്പ്. STIPE, സ്റ്റൈപ്പ്. പിന്നെയോ ലീഫ്. ലീഫ് ലൈക്ക് ഫോണ്ട്. ലീഫ് പോലെ ഇരിക്കുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫോണ്ട്. ഓക്കെ ആണല്ലോ. സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫോമാണ് എക്ടോകാർപ്പസ്. പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള വലിയ ട്രീ പോലെ ഇരിക്കുന്ന മെമ്പറാണ് കെൽപ്പ് എന്ന് പറയുന്നത്. അതിന് ബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹോൾഡ് ഫാസ്റ്റ് ഉപയോഗിച്ചാണ്. സ്റ്റോക്കിന് പറയുന്ന പേര് STIPE, സ്റ്റൈപ്പാണ്. ലീഫ് ലൈക്ക് ഫോണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. റീപ്രൊഡക്ഷൻ നമുക്കറിയാം 3 തരത്തിലുണ്ട്. വെജിറ്റേറ്റീവ്, എസെക്ഷൽ, സെക്ഷൽ. ഓക്കെ, ഇവരും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെ തന്നെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സൂസ്പോറുകൾ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂസ്പോർ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നെങ്കിൽ ഐസോഗാമസ് ആയിരിക്കും, അല്ലെങ്കിൽ അനൈസോഗാമസ് ആയിരിക്കും, അല്ലെങ്കിൽ ഊഗാമസ്. ഐസോഗാമസ്, അനൈസോഗാമസ്, അതും അല്ലെങ്കിൽ ഊഗാമസ്. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയാലോ. ഇനി ഇവരുടെ എക്സാമ്പിൾ കൂടെ നമുക്ക് പഠിക്കണം. എക്സാമ്പിൾ ഒന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? എക്ടോകാർപ്പസ്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് അല്ലേ? എക്ടോകാർപ്പസ്. എക്ടോകാർപ്പസ്. രണ്ടാമത്തെ ഡിക്റ്റിയോട്ട. ഡിക്റ്റിയോട്ട. 3 ലാമിനേരിയ. ലാമിനേറിയ. ദെൻ സർഗാസം. സർഗാസം ഫ്യൂക്കസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പേരുകളാണ്, നമ്മൾ നേരത്തെ കേട്ടതാണ് അല്ലേ? ഇനി ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് കോഡ് വേണമല്ലോ. നമ്മളെന്താ കോഡ് ഇടുക? നോക്ക്, ലാമിയുടെ സാരിയിൽ കസ്കസ് വീണ് ഓട്ടയായി. ലാമി നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞൊരു പെൺകുട്ടിയുടെ പേരാണ് അല്ലേ? ലാമിയുടെ സർഗാസം, സാരി എന്ന് വെക്കുക. ലാമിയുടെ സാരിയിൽ കസ്കസ് വീണു. കസ്കസ് വീണപ്പം സാരി കസ്കസ് വീണിടത്തൊക്കെ ഓട്ടയായി. ഡിക്റ്റിയോട്ട. ഓട്ടയായി. ഓട്ടയായി കഴിഞ്ഞപ്പം അവൾ എന്ത് ചെയ്തില്ല? എല്ലാവരും കൂടെ ഒരു കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ലാമി സാരിയൊക്കെ ഉടുത്ത് അടിപൊളിയായി വന്നപ്പോഴാണ് കസ്കസൊക്കെ വീണാകെ ഓട്ടയായി. കസ്കസ് വീണ ഓട്ടയാവില്ല, പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ വിചാരിക്കാം. ഓട്ടയായി. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഈ കാറിൽ അവളെ കയറ്റി വിട്ടു. ഈ കാർ ഇലക്ട്രിക് കാർ എന്ന് വിചാരിച്ചോ. എക്ടോ കാറിൽ അല്ലെങ്കിൽ ഈ കാറിൽ അവളെ കയറ്റി പറഞ്ഞയച്ചു, വിട്ടു, ഒഴിവാക്കി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഏതാണ്? റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗെ. റീപ്രൊഡക്ഷൻ എന്താണ്? വെജിറ്റേറ്റീവ്, എസെക്ഷൽ, സെക്ഷൽ. വെജിറ്റേറ്റീവ്, എസെക്ഷൽ ആൻഡ് സെക്ഷൽ. വെജിറ്റേറ്റീവ് എങ്ങനെയായിരുന്നു? ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി എസെക്ഷൽ എങ്ങനെയാണ്? ഇവിടെ മോട്ടൈലായിട്ടുള്ള സ്റ്റേജ് അല്ല കേട്ടോ, നോൺ മോട്ടൈൽ സ്പോർസ്. നോൺ മോട്ടൈലായിട്ടുള്ള സ്പോറുകൾ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സൂപ്പ് സ്പോർ എന്ന് പറയാൻ പറ്റില്ല, നോൺ മോട്ടൈൽ ആയതുകൊണ്ട്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? അത് ഗ്യാമേറ്റ്സ് വഴിയാണ്, പക്ഷേ അതും എന്താണ്? നോൺ മോട്ടൈലാണ്. നോൺ മോട്ടൈൽ ഗ്യാമീറ്റ്സ്. ഓക്കെ, ഇനി ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പ്രധാനമായ ഊഗാമസ് റീപ്രൊഡക്ഷനാണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിളുകളാണ് ഇവിടെ. റോഡോഫൈസിയുടെ എക്സാമ്പിളാണ് ഒന്ന് പോളിസൈഫോണിയ. രണ്ടാമത്തേതാണ് പോർഫൈറ. ദെൻ ഗ്രാസിലേറിയ. അടുത്തതാണ് ചെലീഡിയം. ഇത് ഓർക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ? ഇതൊന്നെങ്കിൽ നിങ്ങൾ R നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കോഡ് R P² G² എന്ന് നോക്കിയാൽ മതി. P², R എന്ന് പറഞ്ഞാൽ എന്താ? റോഡോഫൈസിയെ. P² എന്ന് പറഞ്ഞാൽ പോർഫൈറ പ്ലസ് പോളിസൈഫോണിയ. G എന്ന് പറഞ്ഞാൽ 2 ഗ്രാസിലേറിയം, ജെലീഡിയം. ഓക്കെ അല്ലേ? പോപ്പോ ജി
നമുക്ക് എന്ത് വേണം എടുക്കാം? പോപ്പോ ജിജി. പോപ്പോ ജി ജി. പി ഒ എന്ന് പറഞ്ഞാൽ എന്താ? പോളിസൈഫോണിയ. അടുത്ത പി ഒ എന്താ? പോർഫൈറ. ജി എന്താ? ഗ്രാസിലേറിയൻ ജെനീഡിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോഡൊക്കെ വെച്ച് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇത് ഐഡൻറ്റിഫിക്കേഷന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. നോക്ക്, ഇത് വോൾ ബോക്സ് നമുക്കറിയാം അല്ലേ? വോൾ ബോക്സ് കോളനിയായിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് കോളനിയായിട്ട് ജീവിക്കുന്നു. വോൾ ബോക്സ്. ദെൻ യൂളോത്രിക്സ്. ഫിലമെൻറ്റസ് ആണ്. ഇങ്ങനെ നീണ്ട ഫിലമെൻറ്റ് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ അങ്ങ് പോകും. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വരച്ചോ. അപ്പോൾ അതെന്താണ്? യൂളോത്രിക്സ്. പിന്നെ ഇത് നോക്ക്, ഡെക്ടോകാർപ്പസ് ആണ്. ഫിലമെൻ്റ് സിമ്പിൾ ബ്രാഞ്ചിഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഫിലമെൻ്റസ് ആണ്, സിമ്പിളാണ്, ബ്രാഞ്ചിഡാണ്. നോക്ക്, ഇതെന്താണ്? ബ്രൗൺ ആൽഗയാണ്. ഇത് ലാമിനേരിയ ആണ് കേട്ടോ. ലാമിനേരിയ ഇതാണ്. ദെൻ ഇതെന്താണ്? ഫ്യൂക്കസ് ആണ്. ഫ്യൂക്കസ്. ഇതോ? ഡിക്റ്റിയോട്ട. ഓക്കെ. ഇത് കഴിഞ്ഞ് ഇത് റെഡ് ആൽഗയാണ്. ഇതേതാണ്? പോർഫൈറയാണ്. പോർഫൈറ. ഇത് പോളിസൈഫോണിയ. ഓക്കെ. റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ, ഗ്രീൻ ആൽഗെ. പരീക്ഷയ്ക്ക് ചോദിക്കും. ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പം പറയുവാണെങ്കിൽ ആർക്കും മാർക്ക് നഷ്ടപ്പെടാതെ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.